അഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയായി എത്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയായി മാറിയ നടിയാണ് വയനാട് സ്വദേശിനിയായ മോനിഷ. മലയാളത്തിലെ ജാനി പിന്നീട് തമിഴ് സീരിയലുകളിൽ സജീവമാവുകയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലവ് എന്ന ഷോയിൽ ഒരു മത്സരാർത്ഥിയായാണ് മോനിഷ എത്തിയിരിക്കുന്നത്. ബത്തേരിക്കാരിയായ താരത്തിന് വിവാഹം 2018 കഴിഞ്ഞത്. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല എന്നുള്ളതാണ്. അർഷദ് നാഥ് എന്നയാളെയാണ് മോനിഷ വിവാഹം ചെയ്തത്. 8 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയാണ് താൻ വിവാഹമോചനം നേടിയതെന്ന് പറയുകയാണ് നടി ഇപ്പോൾ. സെക്കൻഡ് ലവ് എന്ന ഷോയിൽ തന്നെയാണ് മുൻ ഭർത്താവിൽ നിന്നും നേരിട്ട ക്രൂരതകളും നടി വെളിപ്പെടുത്തിയത്. തൻ്റെ സ്വർണം പോലും ഭർത്താവ് തിരികെ തരാൻ കൂട്ടാക്കിയില്ല എന്ന് മോനിഷ തുറന്നു പറഞ്ഞു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ദാമ്പത്യത്തിൽ നിന്നും പുറത്തുവരാൻ എനിക്ക് 8 വർഷമെടുത്തു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1 മാസവും 14 ദിവസവും കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. അച്ഛൻ വളരെ ആരോഗ്യവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി അച്ഛൻ മരിച്ചു എന്ന് കോൾ വന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വലിയൊരു സ്ട്രഗിളായിരുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തതുപോലെയായി. ഞാൻ കുറേ നാൾ തനിച്ചായിരുന്നു. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് ആരോടും അപ്പോൾ പറയാൻ കഴിയുമായിരുന്നില്ല. അമ്മയും ആ സമയത്ത് അച്ഛൻ്റെ വേർപാട് കാരണം ഉണ്ടായ സ്ട്രഗിളിലായിരുന്നു. എൻ്റെ വിവാഹ സമയത്ത് 100 പവൻ സ്വർണം എനിക്ക് നൽകിയിരുന്നു. നാട്ടുനടപ്പ് അങ്ങനെയാണ്. 100ഉം 200ഉം പവൻ പെൺകുട്ടികൾക്ക് നൽകും. ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാനത് മീഡിയേഷനിൽ ഇരുന്ന് സംസാരിച്ച് അവർക്ക് പണം കൊടുത്ത് വിവാഹമോചനം വാങ്ങിയത്. ഡിവോഴ്സ് തരാം, പക്ഷേ സ്വർണമൊന്നും തരാൻ പറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അത് 100 പവനോളം സ്വർണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് ഞാൻ എങ്ങനെ അത് കൊടുത്തിട്ട് വരും? ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ 8 വർഷം നിയമ പോരാട്ടം നടത്തി അവസാന ദിവസം എല്ലാം അവസാനിപ്പിച്ച് ജഡ്ജിന് മുന്നിൽ നിന്ന് ഒപ്പിട്ടപ്പോഴാണ്. ജഡ്ജും ഞാനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമായിരുന്നു ഒപ്പിട്ടത്. എന്താ മോളെ ഇത്ര സന്തോഷമെന്നാണ് എൻ്റെ ആഹ്ലാദപ്രകടനം കണ്ട് ജഡ്ജി ചോദിച്ചത്. ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ വഴക്കുകൾ നടക്കുമ്പോൾ അയാൾ വളരെ പ്രിപ്പയർഡായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും അയാളെ വിട്ടു പോകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, അയാൾ ചെയ്ത മറ്റൊരു മോശം കാര്യമുണ്ട്. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെയും ഞാൻ വസ്ത്രം മാറുന്നതിൻ്റെ ഫോട്ടോസുമടക്കം അയാൾ എടുത്തു വച്ചിരുന്നു. അയാളുടെ സുഹൃത്തുക്കൾക്ക് പോലും ആ ഫോട്ടോകൾ അയച്ചു കൊടുത്തു. അയാൾ കാണിച്ചു. അങ്ങനെ ഫോട്ടോ കണ്ടവരിൽ ഒരു സുഹൃത്ത് തന്നെ ഇക്കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു. ഭയങ്കര വിഷമം തോന്നി. അതിനുശേഷം ആളുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയാതെയായി. ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയാറില്ല. കാരണം എനിക്ക് പേടിയാണ്. ഉറങ്ങുമ്പോൾ ഞാൻ വളരെ അലേർട്ടാണ് എന്ന് മോനിഷ പറഞ്ഞു. മഞ്ഞുരുകും കാലത്തിന് ശേഷം മലയാളത്തിൽ മലർവാടി എന്നൊരു സീരിയലിലും കൂടി മോനിഷ അഭിനയിച്ചിരുന്നു. ശേഷമാണ് തമിഴിലേക്ക് ചേക്കേറിയത്.